എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്നും ഒരു കുടുംബത്തിലെ 4 പേർ ആത്മഹത്യ ചെയ്തു. ഇവരെ മൂവാറ്റുപുഴ 6-ൽ നിന്നും കണ്ടെത്തി. അച്ഛനും അമ്മയും 2 കുട്ടികളും. ഭാര്യയ്ക്ക് കാഴ്ചയില്ല, നിശേഷം 90% കാഴ്ചയില്ല. ഭർത്താവ് പോയി കൊണ്ടുവരുന്ന ആ അന്നം കൊണ്ടാണ് അത് കഴിഞ്ഞു പോണത്. ആ ഒരു കുടുംബം. മൂത്ത ഒരു മകളാണ്, ഇളയത് 2 വയസ്സായ ഒരു മകനും. ഇവർ ഒരുപാട് വാതിലുകൾ മുട്ടി, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പോയി അവരെ ഒരേ ദിവസം അന്നം കഴിഞ്ഞു പോവാനായിട്ട് അവർ പിച്ചതണ്ടും പോലെ അവർ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അവർ വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം അവർക്ക് നിവർത്തി കെട്ട്, അതായത് 1 സെൻറ്റ് ഭൂമിയോ ഒരു വീടോ അവർക്കില്ല. അയാൾ കൊണ്ടുവരുന്നത് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ 2 മക്കളെ കാര്യങ്ങൾ നോക്കണം. കോതമംഗലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവർ അഭയം തേടി ചെന്നു. അവർക്ക് ആഹാരമൊന്നും കഴിക്കാനില്ല എന്ന് പോലീസുകാരോട് പറയുകയും, അതുപോലെ അവർക്ക് വസ്ത്രമാവട്ടെ ഒന്നുമില്ല, കിടക്കാടമില്ല. ഇതെല്ലാം ചെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് ആ ദയ തോന്നി. ആ പോലീസുമാർ അവരെ ചേർത്ത് പിടിച്ചു. അവർക്ക് അവരുടെ അടുത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് താമസ സൗകര്യങ്ങൾ അവർക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്നു. ഒരു വാടകയ്ക്ക് ആ കുട്ടി പഠിക്കുന്ന ആ സ്കൂളിൻ്റെ ഭാഗം അതനുസരിച്ച് ഒരു വാടകയ്ക്ക് എടുത്ത് ഒരു വീട് കൊടുക്കുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പ്രയാസങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ ആ ഭാര്യയെ കണ്ട ആരായാലും സങ്കടം വരും. ഒട്ടും കാഴ്ചയില്ല. ആ ഭർത്താവിൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചാണ് ആ ഭാര്യ നടക്കുന്നത്. ആ 2 മക്കളെയും ചേർത്ത് പിടിച്ച് ആ ഭർത്താവ് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. ആദ്യം ഒരു സുരക്ഷാ കേന്ദ്രത്തിലോട്ട് മാറ്റാമെന്ന് പോലീസ് വിചാരിക്കുന്നു. ഈ സുരക്ഷാ കേന്ദ്രത്തിലോട്ട് മാറ്റുമ്പോൾ ആണുങ്ങളെ അവിടെ പ്രവേശനമില്ല, സ്ത്രീകളുള്ള സ്ഥലമാണ്. അപ്പോൾ ആണുങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ എന്തായാലും ഈ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്ത് അത്ര സ്നേഹമാണ്. അതുകൊണ്ട് അവർക്ക് എന്തായാലും ഭർത്താവില്ലാതെ അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂല. അതേ കണക്കാണ് ആ ഭർത്താവ് കൊണ്ട് നടക്കുന്ന ആ ഭാര്യയെ. അങ്ങനെ പിന്നെ അതിന് ശേഷമാണ് പിന്നെ വിചാരിച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് സ്ഥലം മാറ്റാം എന്ന് വിചാരിച്ചും കൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ആ വീട് വാടകയ്ക്ക് എടുക്കുന്നു. എന്നിട്ട് ഇത്രാം തീയതി അവിടെ താമസമാവുന്ന കാര്യങ്ങൾ പറയുന്നു. അവർക്ക് ഡ്രസ്സുകളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇവർ അങ്ങോട്ട് ഈ ഡേറ്റിന് അവിടെ വരും എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ ഡേറ്റ് കറക്റ്റ് നോക്കിക്കൊണ്ട് അവിടെ തിരക്കിയപ്പോൾ പറയുന്ന അവർ ഇന്ന് പള്ളിയിലോട്ട് പോയിട്ടുണ്ട്, അവർ പ്രാർത്ഥിക്കാനോ എന്തോ അങ്ങനെ ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ടെന്നും പറയുന്നു. യഥാർത്ഥത്തിൽ അവർ പോയത് മരണത്തിലേക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു നിരാലംബരായ ഒരു കുടുംബം പോലീസിൽ അഭയം തേടി വരുന്നു. അവർക്ക് നിങ്ങളൊരു കൈത്താങ്ങാകാൻ തുടങ്ങുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി അവരുടെ വിയോഗ വാർത്തയാണ് നിങ്ങൾ തേടിയത്. ഏറെ വിഷമമുണ്ടാക്കിയില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്കത് ഭയങ്കര വിഷമമുണ്ടാക്കി. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് PRO ആണ്, അവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബം ഒരു സഹായമായിട്ട് ഞങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ആ വരുമ്പം തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് അവർക്ക് സാമ്പത്തികമായിട്ട് പരാധീനത അനുഭവിക്കുന്ന കുടുംബമാണ്. ഒരു വീട് അത്യാവശ്യമായിട്ട് താമസിക്കാൻ വേണമെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അത് ആദ്യമേ തന്നെ ഞങ്ങൾ അവർക്ക് താമസിക്കാൻ ഒരു താൽക്കാലിക ഇടം ഇവിടെ അടുത്ത് തന്നെ റെഡിയാക്കി കൊടുത്തു. അതിനുശേഷം അവർക്കൊരു വാടക വീട് തയ്യാറാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. അത് ഏകദേശം ഞങ്ങൾ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വാടക വീട് ഞങ്ങൾ തയ്യാറാക്കിയെടുത്തു. എന്നിട്ട് ഈ ഫാമിലിനെ ഞങ്ങൾ ആ വാടക വീട് കൊണ്ട് കാണിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം അടുത്ത ദിവസം ഞങ്ങളുടെ ആ വാടക വീട്ടിൽ ഞങ്ങൾ തപ്പിയെടുത്ത വാടക വീട്ടിലോട്ടേക്ക് വരാമെന്നായിരുന്നു ഞങ്ങളോട് അറിയിച്ചിരുന്നത്. ഞങ്ങളുടെ PROയും പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങൾ താമസിച്ച സ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ടെല്ലാം ചെന്നപ്പോഴാണ് അവിടുന്ന് ഇവർ മുറി അടച്ചിട്ടിട്ട് അവർ പുറത്തേക്ക് പള്ളിയിലേക്ക് എന്തോ പറഞ്ഞ് പോവുകയാണെന്നും പറഞ്ഞ് പോയതായിട്ട് അറിയിച്ചത്. പക്ഷേ പിന്നീട് ആണ് അടുത്ത ദിവസം ഇങ്ങനൊരു വലിയ ഒരു ദുഃഖകരമായ ഒരു വാർത്ത ഉണ്ടാകുന്നത്. ആദ്യം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഞങ്ങളിത് കേട്ടത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവർ പെട്ടെന്ന് നേരെ കയറി ചെല്ലണത് പോലീസ് സ്റ്റേഷനിലാണ്. അങ്ങനെയാണ് പോലീസ് അവിടെ വീടെടുത്ത് താമസ സൗകര്യങ്ങൾ ഒരുക്കണത്. അപ്പോൾ ഇങ്ങനെയും മനുഷ്യർ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ എന്നോർക്കുമ്പോൾ വളരെ സങ്കടമാണ്. ഒരുപാട് ജനങ്ങളുണ്ട്. ദാരിദ്ര്യം, ഒന്നും ആഹാരം പോലും കഴിക്കാനില്ലാതെ കിടക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അങ്ങനെ അവസാനം ഇവർ മൂവാറ്റുപുഴ 6-ൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയണത്. ഈ മരിക്കണതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾക്ക്
ആഹാരം വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. അവരൊരു ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചിട്ട് അവരിറങ്ങുന്നു. ആ മൂത്ത മോള് എന്തോ ഒരു സന്തോഷത്തിൽ ആ കൈ അങ്ങനെ അങ്ങ് തുള്ളിച്ചാടി നടക്കുകയാണ്. ആ മോൾ അറിയുന്നില്ല, ആ കുഞ്ഞു മകൻ അറിയുന്നില്ല മരണത്തിലേക്കാണ് പോകണമെന്ന്. പക്ഷേ അമ്മയ്ക്ക് കാഴ്ചയില്ലെങ്കിലും ആ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടെ ഉള്ള തീരുമാനമായിരിക്കുമല്ലോ, നമുക്ക് മരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും അവർ വയറ് വീക്ക് ഫുഡും കഴിച്ച് അവർ ഇങ്ങനെ ആ കുട്ടിയെ ആ രണ്ട് മക്കളെയും കൊണ്ട് ഇങ്ങനെ നടന്ന് പോകുന്ന മൂത്ത മോളങ്ങ് ചാടിക്കളിച്ച് പോവുകയാണ്. പിന്നെ ഇവർ പള്ളിയിൽ കയറി ഇവർ പ്രാർത്ഥിച്ചു. അതാണ് കാരണം കാണിക്കയിൽ അവർ പൈസ ഇട്ടു. അവരെ കയ്യിൽ അതേ ഉള്ളായിരുന്നു. അത് അവർ നിക്ഷേപിച്ചിട്ടാണ് അവർ മൂവാറ്റുപുഴ ആറിൽ ചാടി എന്നാണ് പറയണത്. ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് അവരത്ര ദാരിദ്ര്യ കുടുംബത്തിൽ കഴിയല്ലേ, വീട് വാടകയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും പിന്നെയുള്ള ജീവിതം അങ്ങോട്ട് എങ്ങനെയാണ് എന്ന് അവർ ചിന്തിച്ച് കാണും. മുഖ്യമന്ത്രി ഇതുപോലെ 1 കോടി രൂപയൊക്കെ സലീം കുമാറിന് വേണ്ടിയൊക്കെ ചെലവാക്കുന്നു. മരിച്ചുപോയ ഒരാളിന് വേണ്ടിയിട്ട് സ്മാരകം പണിയാൻ ചെലവാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര് ഇതുപോലെ പട്ടിണിയായിട്ട് കിടപ്പുണ്ട്, വീടുകളില്ലാതെ കിടപ്പുണ്ട്. അവരൊക്കെ ആ വിഷമങ്ങൾ ആരെടുത്ത് പറയും? ആരെങ്കിലും കൈ ഉയർത്തി അവരെ പിടിക്കുമോ? ഇല്ല. ഉള്ളവന്മാരാരും ഇല്ലാത്തവരെ ഒന്ന് സഹായിക്കുകയോ പോലും ചെയ്യൂല. അങ്ങനത്തെ കാലമാണിന്ന്. പ്രിയപ്പെട്ടവരെ നോക്കൂ, കട്ടവന്റെ കൈ മുറിക്കണം. എന്നാൽ അവൻ കട്ടത് വിഷപ്പകറ്റാൻ വേണ്ടിയാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ തല വെട്ടണം. ഖലീഫ ഉമർ പറഞ്ഞ വാക്കുകളാണ്. ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ മധുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന നാടാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ നാട് കറക്റ്റാണ്. ജനങ്ങൾ കൂടി നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. കുറച്ച് ജനങ്ങൾ കൂടി തല്ലിച്ചതച്ച് തല്ലി കെട്ടിയിട്ടിട്ട് അവനെ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. കടയിൽ നിന്നും വിശപ്പിന് എന്തോ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പാവം മനുഷ്യനെ തല്ലിക്കൊന്നത്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു സംഭവം വീണ്ടും ഉണ്ടായി, അങ്ങനെയും തല്ലിക്കൊന്നു. എന്നിട്ട് ജോലിക്ക് വേണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം ആ വഴിയരിവിൽ ഒരു വീടിൻ്റെ ഭാഗത്ത് വഴിയരിവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്. വെള്ളം കുടിച്ചോളാൻ വയ്യാതെ അങ്ങനെ എന്തോ ആണ് അവിടെ അങ്ങ് തളർന്നിരുന്നു പോയി. ജോലി തേടി അലഞ്ഞ് നടക്കുന്നതാണ്. എന്നിട്ട് ആ പയ്യനെ കള്ളനെന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും അവിടെ ഇട്ട് തല്ലിക്കൊന്നു. മലയാളി അല്ലാത്തത് കൊണ്ട് അതിന് മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഉള്ള മലയാളികളെല്ലാം കൂടി വട്ടം കൂടിയാണ് ആ പയ്യനെയും കൊന്നത്. അതുപോലെ എത്ര പേരാണ് നിങ്ങൾ കൊല്ലണത്? പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം ദാരിദ്ര്യത്തിന്റെ പേരിൽ, കിടപ്പാടമില്ലാത്തതിന്റെ പേരിൽ ജീവിതം കളഞ്ഞത്. കണ്ണു കാണാത്ത അമ്മ, 2 പൊന്നോമന പെൺമക്കൾ, അന്നത്തിനായി എല്ലാ ദിവസവും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പാവം അച്ഛൻ, എല്ലാ ദൈവങ്ങളോടും യാത്ര ചോദിച്ച് അവസാനം എല്ലാ സുഖങ്ങളും ലഭ്യമാകുന്ന ഒരിടത്തേക്ക് അവർ യാത്രയായി. അന്നം തേടിയുള്ള യാത്രയിൽ ആ പാവത്തിന് ഒരു കുടുംബത്തെ അത് പോണ കണ്ട അങ്ങ് വലിച്ചെടുത്തോണ്ട് ആ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചാണ് ആ അമ്മ നടക്കണത്. പിന്നെ മകള് ഓടി അങ്ങ് നടക്കുകയാണ്. മരണത്തിലേക്കുള്ള പോക്കാണ് ആ പോയത്. മുഴുവൻ നോക്കാനായില്ല, കിടപ്പാടം പോലുമില്ല. ദാരിദ്ര്യം കൊണ്ട് ആ 2 പെൺമക്കൾക്ക് ഒരു ചന്നം കൊടുക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണം ആ കുടുംബനാഥൻ? അതുകൊണ്ട് തന്നെ എല്ലാ ദൈവങ്ങളോടും യാത്ര പറഞ്ഞ് അവസാനം കാണിക്കവഞ്ചിയിൽ തന്റെ കയ്യിലുള്ള പൈസയും ഇട്ട് ആ പാവവും ആ 2 മക്കളും ആ കാഴ്ചയില്ലാത്ത ഭാര്യയും ആരെയും ദ്രോഹിക്കാതെ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ഒരു കണക്കിന് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത്. കിടപ്പാടം പോലും, കിടക്കാനുള്ള സൗകര്യം പോലും ഇല്ല, ആരും ഒന്ന് കാണാനൊന്നും ഇല്ലെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരു കണക്കിന് അതാണ് നല്ലത്. ആരെയും ഇട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ആരെയും മുന്നിൽ കൈ നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇല്ലെങ്കിൽ വിചാരിക്കൂലേ അവർക്ക് വാടകയ്ക്ക് തന്നെ. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ആ വാടകയ്ക്ക് പോയി താമസിച്ചാലും ആ ഉദ്യോഗസ്ഥന്മാർ പൈസ കൊടുക്കുമായിരിക്കും. എന്നാലും എത്ര നാൾ കൊടുക്കും? പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ആഹാരം കഴിക്കണ്ടേ? ചിലപ്പം ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാണും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ആ കുട്ടികളെ വളർത്തണ്ടേ, അവരെ പഠിപ്പിക്കണ്ടേ, ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരടുത്ത് പറയണ്ടേന്നും ചിലപ്പം വിചാരിച്ചിട്ടുണ്ട്. അവരാ നല്ല മനസ്സിന് വളരെ നന്ദി അങ്ങനെ ചെയ്തത്. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്ത കാര്യമാണ് ചെയ്തത്. കോടിക്കണക്കിന് രൂപ മുടക്കി സ്മാരകങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന നാടാണിത്. അവിടെ ഒരു ആഹാരമില്ലാതെ. അതാണ് ശരി. നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ ഇതുപോലെ പറഞ്ഞത്. സലീം കുമാറിന് സ്മാരകം പണിയാനായിട്ട് 1 കോടി രൂപ. അപ്പോഴും മുഖ്യമന്ത്രി ഒന്ന് ഓർമ്മിക്കണം, ഈ ജനങ്ങളാണ് മുഖ്യമന്ത്രിയെ പിന്നെ മന്ത്രിസ്ഥാനത്ത് എത്തിച്ചത്.
നമ്മളെ സതീശൻ സാറിനെ. കിടപ്പാടം പോലുമില്ലാതെ ഒരു കുടുംബം ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു ടന്നം അവർക്ക് നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ വിഷമങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. അവസാന നിമിഷം അവൻ വിളിച്ച ദൈവം പോലും വിളി കേട്ടില്ല. തന്നെ പള്ളിയിൽ പോയി അവർ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കാണിക്കയിൽ പൈസ ഇട്ട് ദൈവം പോലും കണ്ണ് തുറന്നില്ല. അതുകൊണ്ടാണ് അവരെ കയ്യിൽ ബാക്കി അത്രേ ഉള്ളായിരുന്നിട്ടുള്ളൂ ആ നിക്ഷേപം. ബാക്കി ഉണ്ടായിരുന്ന ആ നാണയത്തുട്ട് കൊണ്ടുവന്ന് ആ കാണിക്കയിൽ ഇട്ടിട്ടാണ് അവർ പോയത്. മക്കൾക്ക് വയറ് വീക്ക ഫുഡും വാങ്ങിച്ചു കൊടുത്ത്. ആ ഇളയ കുട്ടി 2 വയസ്സായ മകനാണ്. ആ മകൻ ഉറങ്ങിയാണ്, അച്ഛൻ്റെ തോളിൽ കിടന്നുറങ്ങുന്നു. ഇതൊക്കെ കണ്ട ആരെ കൊണ്ടും ഇതൊന്നും സഹിക്കാൻ പറ്റൂല. ആ പാവം കുടുംബം അവസാനത്തെ തുട്ടുമിട്ട് യാത്രയാകുമ്പോൾ അവർക്ക് വീണ്ടും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന്. പക്ഷെ ദൈവം എന്നല്ല, ഒരു ശക്തി പോലും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. വിശപ്പിനപ്പുറത്തേക്ക് കയറിക്കിടക്കാൻ ഒരു പാർപ്പിടം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പാവം മക്കൾക്ക്, കണ്ണു കാണാത്ത ആ ഭാര്യയ്ക്ക് വയറ് നിറച്ച ആഹാരം വാങ്ങിച്ചു കൊടുത്താണ് അവസാന നിമിഷം അവരെല്ലാവരും യാത്രയായത്. ഓർക്കണം, വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ, കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി നിൽക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അവസാനം വരെ തുഴഞ്ഞ് ജീവിതത്തിന്റെ കാണാക്കയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. അതേ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഒരു കുടുംബം കിടപ്പാടമില്ലാതെ, ഭക്ഷണമില്ലാതെ അവരുടെ സ്വന്തം ജീവൻ വെടിഞ്ഞിരിക്കുന്നത്. എല്ലാ കാണിക്ക വഞ്ചികളിലും ഭണ്ഡാരങ്ങളിലും പൈസകൾ വന്ന് നിറയുന്നു ദൈവത്തിന് വേണ്ടി. എന്തിനാണ് നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന് പണം? അവസാന നിമിഷവും കാണിക്കയിലേക്ക് പൈസ ഇടുമ്പോഴും ആ പാവം കുടുംബം ഒന്ന് ആലോചിച്ചിട്ടുണ്ടാകും, ദൈവം ഞങ്ങളുടെ വിളി കേൾക്കുമെന്ന്. അത് ശരിയാണ്. ഓരോരുത്തരെ അമ്പലങ്ങളിൽ കൊണ്ടുവന്ന് സ്വർണങ്ങളും പണങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഈ അമ്പലങ്ങളിൽ കൊണ്ടു കൊടുക്കണം? ഇല്ലാത്തവരെ ഒന്ന് സഹായിക്കണം, അതാണ് വേണ്ടിയത്. അമ്പലങ്ങളിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പം വല്ല ഇതാണ്ടാ? എന്തിനാണ് ദൈവത്തിന് കൊണ്ടു കൊടുക്കണം പണം? ആരും കേട്ടില്ല. ആ പാവങ്ങൾ അവർ 4 പേരും മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നൊരാൾ ഗുരുവായൂരിൽ 37 പവന്റെ സ്വർണ്ണ കിരീടം സമർപ്പിച്ചു. അതേ സംസ്ഥാനത്ത് ഒരു പുഴയിൽ ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു. 37 പവന്റെ സ്വർണം കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊടുത്തു. 37 പവന്റെ സ്വർണം എന്തിനാ എന്തോ? ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ് എന്തോ? ഈ അമ്പലങ്ങളിലും അതുപോലെ ബാക്കിയുള്ള ആരാധനാലയങ്ങളിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ദൈവം ഉണ്ട്, നമ്മൾ അതിൽ വിശ്വസിക്കണം. ശരിയാണ്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മളെ കയ്യിലിരിക്കുന്ന സ്വർണങ്ങളും പണങ്ങളും കൊണ്ടുവന്ന് ആ അമ്പലത്തിലോ മറ്റുള്ളിടത്തോ കൊടുത്തിട്ട് ഒരു ബലവും ഇല്ല. അതൊക്കെ ആരെ കാണിക്കാനാണ് എന്തോ? 2 പെൺമക്കളും ഒരു ഭാര്യയും ഒരച്ഛനും. പ്രിയപ്പെട്ടവരെ, നിറഞ്ഞ കാണിക്ക വഞ്ചികളുള്ള നമ്മുടെ കേരളം, നിറയാത്ത വയറുമായി ഒരു കുടുംബം. ഇതുപോലെ ഒരുപാട് മരണങ്ങളാണ് ഇങ്ങനെ ഒരേ ദിവസവും കേട്ടോണ്ടിരിക്കുന്നത്. ആഹാരത്തിന് പോലും വകയില്ലാതെ എത്രയോ പേര് ഇങ്ങനെ കിടപ്പുണ്ട്. അതുപോലെ വീടില്ലാതെ എത്രയോ പേര് കടത്തിണ്ണകളിലൊക്കെ പോയി കിടക്കുന്നുണ്ട്. എന്നിട്ട് എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്. ഒരു കുട്ടികളെയും കൊണ്ട് ഓരോ അമ്മമാരായിരുന്നാലും ഇങ്ങനെ കടത്തിണ്ണയിലൊക്കെ പോയി കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ആ കുട്ടികളെ എടുത്തുകൊണ്ട് പോയാൽ പോലും ആ അമ്മമാരറിയാതെ അവരെ കയ്യിൽ നിന്നൊക്കെ എത്രയോ എന്തെല്ലാം സംഭവിക്കുന്നു. എന്നിട്ട് പോലും നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു മനസ്സാക്ഷിയില്ല. നമ്മളെ സർക്കാർ ഇങ്ങനെ കാണിക്കുന്ന, സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതിന് ഒരു രക്ഷയുമില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പോസ്റ്റാണ്, വീടും വീട്ടു സാധനങ്ങളും എല്ലാം ഞങ്ങൾ റെഡിയാക്കി, ഇനി അവരില്ലെന്ന് ഓർക്കുമ്പോൾ മനസ്സ് നീറുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നു എന്ന് പറയുന്ന കേട്ടു. പക്ഷെ ആരും അതിനെ കൈപ്പറ്റാൻ പോലും ആളില്ല എന്നോർക്കുമ്പോൾ അത് അതിനെക്കാട്ടിയും വിഷമമാണ്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു ദുരൂഹത പോലെ ഉണ്ട് ഇവരെ മരണത്തിൽ. ഇതിനൊരു അന്വേഷണം തന്നെ വേണം. ഒരു കുടുംബത്തിലെ 4 പേര് മരിച്ചെന്ന് വെച്ച് പിന്നെ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കഥയുണ്ടോ എന്നും ഇനി അറിയാൻ പറ്റൂല. ഇല്ലെങ്കിൽ ഇവരെന്താണിത് ഇങ്ങനെ ചെയ്തത്? ആ ഉദ്യോഗസ്ഥന്മാർ ഇത്രത്തോളം അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വാടക വീട് വരെ കൊണ്ടുവന്ന് ആളിനെ കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, ഇത് മതിയെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു പോയ അവർക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്? ഇവർ 4 പേര് മരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുക. അത് ഇന്നെ അന്വേഷിക്കണം, അന്വേഷിച്ച് അത് കണ്ടെത്തണം.